ഒരു കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച വേദനകൾ അവളെ തകർക്കാമായിരുന്നു. പക്ഷേ ആ കുട്ടി പിന്നീട് ലോകം മുഴുവൻ ആദരിക്കുന്ന എഴുത്തുകാരിയായി മാറി. ആ കുട്ടിയാണ് മായ ഏഞ്ചലോ. ഇത് അവളുടെ ആത്മകഥയാണ്. ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ വേർപിരിയുന്നു. അതിനെ തുടർന്ന് മായയ്ക്കും അവളുടെ സഹോദരനും അവരുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. അർക്കാൻസാസ് എന്ന ചെറിയ പട്ടണത്തിലാണ് പിന്നീട് അവർ വളരുന്നത്. അവിടുത്തെ ജീവിതം എളുപ്പമായിരുന്നില്ല. കാരണം കറുത്ത വർഗ്ഗക്കാർക്കെതിരെയുള്ള കടുത്ത വർണ്ണവിവേചനം അവിടെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലേ മായ മനുഷ്യരെ നിറത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന ഒരു സമൂഹത്തെ കാണുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മായ അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അത് അവളുടെ ജീവിതത്തിൽ ഒരു കൈപ്പേറിയ സംഭവത്തിന് കാരണമാകുന്നു. അമ്മയുടെ കാമുകൻ മായയെ പീഡിപ്പിക്കുന്നു. ആ സംഭവം മായയുടെ മനസ്സിനെ പൂർണ്ണമായും തകർക്കുന്നു. സംഭവം പുറത്തറിഞ്ഞ ശേഷം ആ മനുഷ്യൻ കൊല്ലപ്പെടുന്നു. അപ്പോൾ മായ ഒരു കാര്യം വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ടാണ് അയാൾ മരിച്ചത്. അതിനുശേഷം മായ സംസാരിക്കുന്നത് നിർത്തുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അവൾ ആരോടും സംസാരിക്കാതെ ജീവിക്കുന്നു. എന്നാൽ ആ നിശബ്ദതയിൽ അവൾ ഒരു കൂട്ടുകാരനെ കണ്ടെത്തുന്നു. പുസ്തകങ്ങൾ. മായ ദിവസം മുഴുവൻ വായിക്കാൻ തുടങ്ങുന്നു. നോവലുകൾ, കവിതകൾ, കഥകൾ. വായന അവൾക്ക് പുതിയൊരു ലോകം സമ്മാനിക്കുന്നു. പുസ്തകങ്ങളിലൂടെ അവൾ വീണ്ടും ആത്മവിശ്വാസം കണ്ടെത്തുന്നു. ഇതിന് അവളുടെ ഒരു അധ്യാപികയും അവളെ സഹായിക്കുന്നു. അങ്ങനെ മായ പതുക്കെ തൻ്റെ ശബ്ദം തിരികെ നേടുന്നു. പിന്നീട് മായ പഠനത്തിൽ മികവ് തെളിയിക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹം വളരുന്നു. സംസാരം തിരിച്ചു കിട്ടിയെങ്കിലും ജീവിതം എളുപ്പമായിരുന്നില്ല. മായ തൻ്റെ രൂപത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചും സംശയങ്ങൾ പുലർത്തുന്നു. താൻ സുന്ദരിയല്ലെന്ന് അവൾ കരുതുന്നു. പക്ഷേ പഠനത്തിലും വായനയിലും അവൾ മികവ് തെളിയിക്കുന്നു. സാഹിത്യം അവളുടെ ശക്തിയായി മാറുന്നു. കൗമാരപ്രായത്തിലെത്തിയപ്പോൾ മായ തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. സ്ത്രീത്വം, ശരീരം, സമൂഹം ഇവയെല്ലാം അവൾ ചോദ്യം ചെയ്യുന്നു. സ്വന്തം ജീവിതം സ്വയം തീരുമാനിക്കണമെന്ന ആഗ്രഹം അവളിൽ വളരുന്നു. സമൂഹം അവൾക്കായി നിർവചിച്ച പരിധികൾ അവൾ അംഗീകരിക്കുന്നില്ല. നിരവധി തടസ്സങ്ങൾക്കൊടുവിൽ അവൾ ഒരു ജോബ് സ്വന്തമാക്കുന്നു. അത് അവളുടെ ജീവിതത്തിലെ വലിയ വിജയമായിരുന്നു. പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് വെറും 16-ാം വയസ്സിൽ മായ ഗർഭിണിയാകുന്നു. അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. ഭയവും അനിശ്ചിതത്വവും ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞിനെ കൈകളിലെടുത്ത നിമിഷം അവൾ പുതിയൊരു ആത്മവിശ്വാസം കണ്ടെത്തുന്നു. ഇനി അവൾ ഒരു പെൺകുട്ടി മാത്രമല്ല, ഒരു അമ്മയാണ്. ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് എന്ന പേരിലെ കൂട്ടിലടിച്ച പക്ഷി മായ തന്നെയാണ്. വർഗവിവേചനം അവളെ തടഞ്ഞു. പീഡനം അവളെ മുറിവേൽപ്പിച്ചു. ഭയം അവളെ നിശബ്ദയാക്കി. എന്നാൽ അവളുടെ ആത്മാവിനെ ആരും തടവിലാക്കാൻ കഴിഞ്ഞില്ല. അവൾ വീണ്ടും സംസാരിക്കാൻ പഠിച്ചു, വീണ്ടും ജീവിക്കാൻ പഠിച്ചു. ഒടുവിൽ ലോകം കേൾക്കുന്ന ഒരു ശബ്ദമായി മാറി. അതുകൊണ്ടാണ് ഈ പുസ്തകം ഒരു ആത്മകഥ മാത്രമല്ല, വേദനയെ അതിജീവിച്ച മനുഷ്യധൈര്യത്തിൻ്റെ കഥ കൂടിയാണ്.